ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ ഇവിടെ ശാലംപള്ളിയിൽ പള്ളിപ്പെരുന്നാളാണ്. അപ്പം ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ്. കണ്ടല്ലോ, ഞങ്ങൾ കസിൻസ് എല്ലാവരും ഉണ്ട്. പള്ളിപ്പെരുന്നാളിവിടെ അടുത്തായതുകൊണ്ട് ഞങ്ങൾ നടന്നു പോകാൻ വിചാരിച്ചേ. പോകുന്ന വഴിക്ക് കുറച്ചൊരു കൂട്ടിനും കിട്ടി. ഇവിടെ നല്ല മഞ്ഞുണ്ട്, നല്ല തണുപ്പുണ്ട്. വീട്ടിൽ നിന്ന് കുറച്ച് ഒരു 10 മിനിറ്റ് നടക്കാനുള്ളൂ. ഞങ്ങളപ്പോൾ ഇതാണ് ഞങ്ങൾ പഠിച്ച സ്കൂള്. ഇപ്പോൾ ഇത് പുതുക്കിയതാണ് കേട്ടോ. ഞങ്ങൾ പഠിച്ചത് ഈ ക്ലാസ്സിലാണ് കേട്ടോ, ഈ ഭാഗത്താണ്. എൻ്റെ ക്ലാസ് അതായിരുന്നു. എൻ്റെ ക്ലാസ് അത് 10 ബി എൽ 10th ബി. ഇതെന്തായിരുന്നു? 10A. ഇതാണ് ശാലയും മാർബഹനം സഹദ വല്യപ്പള്ളി. പള്ളിയുടെ ബാക്കിലായിട്ട് ഞങ്ങളുടെ അനിയൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാട്ടോ. നാസിക് ഡോളായിരുന്നു. നല്ല പരിപാടിയായിരുന്നു കേട്ടോ. ഞങ്ങളിനി പള്ളിയിലേക്ക് നടക്കുകയാണ്. കഴിഞ്ഞ കൊല്ലത്തെ പള്ളിപ്പെരുന്നാളിനേക്കാളും ഇപ്രാവശ്യത്തെ പള്ളിപ്പെരുന്നാൾ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല തിരക്കായിരുന്നു. ബാൻഡ് മേളം ചെണ്ടോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. ബാൻഡ് മേളം ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾക്ക് പറ്റാവുന്ന അത്ര ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനിയും കസിൻസ് കുറേ വരാനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവർ വന്നിട്ട് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കസിൻസൊക്കെ വന്നു. ഞങ്ങൾ ഇനി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാൻ പോവാണ്. വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അകത്ത്. പള്ളിപ്പെരുന്നാൾ 9ഉം 10ഉം ദിവസങ്ങളിലാണ്. ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നത് ചിലപ്പം 2-3 ദിവസം വൈകിയായിരിക്കും കേട്ടോ. പള്ളിപ്പെരുന്നാൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗേൾസിൻ്റെ നോട്ടം ഫുള്ളും കമ്മൽ കളക്ഷൻസിലായിരിക്കും കേട്ടോ. ഭയങ്കര കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 1-2 ഇയറിങ്സ് വാങ്ങിട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വന്നത് ബജ്ജിക്കടയിലേക്കാണ്. ബജ്ജിയിൽ ഒരുപാട് മുളക് ബജ്ജി ഉണ്ടായിരുന്നു, മുട്ട ബജ്ജി ഉണ്ടായിരുന്നു, പിന്നെ കോളിഫ്ലവർ ബജ്ജി, പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് പാനിപ്പൂരി കഴിക്കാനായിരുന്നു ഞങ്ങൾ വന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പള്ളിപ്പെരുന്നാളിൽ മെയിനായിട്ട് വരുന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. അത്രയും വെറൈറ്റി ഫുഡുകളുണ്ട്. കുറേയൊക്കെ ട്രൈ ചെയ്തു. ഇനി ഇപ്പം നാളെ ഉണ്ട്. നമ്മളിപ്പോൾ 9ഉം 10ഉമാണ് പള്ളിപ്പെരുന്നാൾ. അപ്പോൾ നാളെയും വരണം. പക്ഷേ നാളത്തെ വീഡിയോ ഞങ്ങൾ ഇടുന്നില്ല കേട്ടോ. കാരണം ഇന്ന് കണ്ട ഈ കാഴ്ചകളൊക്കെ ഞാൻ നാളെ. ഞങ്ങളുടെ മുളക് ബജ്ജി കഴിച്ചിട്ടിരിക്കുകയാണ്. വീട്ടിലിട്ട് പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇനി മ്യൂസിക് ലൈറ്റ് ഷോ ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് പള്ളിപ്പെരുന്നാളിൻ്റെ 2ാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഗാനമേള കാണാൻ പോവാണ്. ഞങ്ങളുടെ കൂടെ അമ്മാവനുണ്ട്, കസിൻസ് കുറേ പേരുണ്ട്. അപ്പം ഞങ്ങൾ നടന്നു പോകാമെന്ന് വിചാരിച്ചേ. റോഡിലൂടെയൊക്കെ കുറേ പേര് നടന്നു പോകുന്നുണ്ടായിരുന്നേ. അമ്മയും അച്ഛനും അവിടെ നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹലോ, അപ്പം ഞങ്ങളിന്ന് 2ാമത്തെ ദിവസമാണ് പള്ളിപ്പെരുന്നാളിൻ്റെ. ഞങ്ങളിവിടെ ഗാനമേള കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഇവിടെ പ്രൊട്ടക്ടറായിട്ട് വന്ന ഒരു ഏക വ്യക്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ എന്തായിരുന്നു മറ്റേ ഹിറ്റ്ലർ മാധവൻകുട്ടീസാണ് രണ്ട്. ഇതാണ് ഞങ്ങളുടെ ഓണംകുളം. കണ്ടോ, ഒറ്റ നക്ഷത്രം പോലില്ല ഗൈസ്. ഞങ്ങൾ ചെന്നപ്പോഴേക്കും ഗാനമേള തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ നടന്നു പോയത് കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. അവിടെ ചെന്നപ്പോൾ കുറേ പേരുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗാനമേളയായിരുന്നു.
ഈ ഗാനമേള ഈ ചേട്ടൻ കൊണ്ടു കേട്ടോ, അടിപൊളിയായിരുന്നു ഡാൻസൊക്കെ. ഗാനമേള കഴിഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ, ഞങ്ങൾ പക്ഷെ കുറച്ചുകൊണ്ട് നേരത്തെ ഇങ്ങോട്ട് പോന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ പള്ളി ഗ്രൗണ്ടിൽ ആരും പോയിട്ടുണ്ടായില്ല, ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇറങ്ങി ഞങ്ങൾ കുറച്ച് ബൂസ്റ്റും അതുപോലെ തന്നെ കുലുക്കി സർബത്തും കുടിച്ചു കേട്ടോ. എങ്ങനെയുണ്ട്? ഞാൻ പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവറാണ് കേട്ടോ കുടിച്ചത്. പിന്നെ കുറേ പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. പോണ വഴിക്ക് ഞങ്ങളെല്ലാവരും കൂടി ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കൊല്ലത്ത് പള്ളിപ്പെരുന്നാൾ അങ്ങനെ കഴിഞ്ഞു. കാത്തിരുന്ന പള്ളിപ്പെരുന്നാളായിരുന്നു, അതങ്ങനെ കഴിഞ്ഞുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ആദ്യത്തെ കുട്ടി വ്ളോഗാണ്. ഇപ്പോൾ സമയം 12 ആവാറായി. അപ്പോൾ ഞങ്ങളിനി വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ. ഓക്കെ, ബൈ.